ഹലോ മക്കളെ, ഫസ്റ്റ് ടൈം എക്സാം എല്ലാം കഴിഞ്ഞു. അതിന്റെ പേപ്പറൊക്കെ ഇട്ട് നിങ്ങൾ വളരെ ആഘോഷമായിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് എന്താണ് സെക്കൻഡ് ടൈമിന്റെ സമയമാണ്. സെക്കൻഡ് ടൈമിന്റെ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നിസ്സാരമായിട്ട് കണക്കാക്കും. സാറിന് ടൈം വൈസ് എല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള എക്സാംസുകളല്ലേ, കാരണം അതിന് വലിയ സ്കോർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള നിസ്സാരമായിട്ട് നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു എക്സാംസ് തന്നെയാണത് സെക്കൻഡ് ടൈം എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈം എക്സാംസിന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ഏകദേശം 95% പോർഷൻസ് ആണെങ്കിൽ സെക്കൻഡ് ടൈം എക്സാംസിന് വരുന്നുണ്ട്. അതായത് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെബ് ഡിസൈനിങ്, HTML, വെബ് ഹോസ്റ്റിംഗ്, ജാവാസ്ക്രിപ്റ്റ്, DBMS, SQL പോലത്തെ പ്രൈം ചാപ്റ്റേഴ്സ് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ സെക്കൻഡ് ടൈം എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് മാത്രമല്ല, ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസ് എവിടെ ഉൾപ്പെടുന്നുണ്ട്? സെക്കൻഡ് ടൈം എക്സാമിൽ ഉൾപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ടൈം എക്സാമിന് ഏകദേശം 35% ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സെക്കൻഡ് ടൈം എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ടൈം എക്സാമിന്റെ മാർക്കുകളായിരിക്കും നമ്മുടെ CE മാർക്ക്, മറ്റുള്ള മാർക്കുകളൊക്കെ ആണെങ്കിൽ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടൈം എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ തന്നെ വേണം. അപ്പോൾ ഈ ബെസ്റ്റ് സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? വേഗം തന്നെ യുവാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.